എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ വെക്കേഷനൊക്കെ തീരാറായി. അപ്പോൾ ശനി ഞായറും മാർക്കറ്റിൻ്റെ ഒഴിവുകളായിരുന്നു, അതൊക്കെ തീർന്ന് നാളെ മാർക്കറ്റ്, തിങ്കളാഴ്ച മാർക്കറ്റ് വീണ്ടും തുറക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. അപ്പോൾ ഈ ആഴ്ച എല്ലാവർക്കും നല്ല ലാഭത്തിൽ ക്ലോസ് ചെയ്യട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് SMS ഫാർമ എന്ന് പറയുന്ന ഒരു ഷെയറിനെ കുറിച്ചാണ്. 146 രൂപയുടെ ഇപ്പോൾ അതിൻ്റെ റേറ്റ്. എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ നമ്മൾ മേടിക്കാൻ തീരുമാനിക്കുന്നത്? ഒരു ഷെയർ നമ്മൾ മേടിക്കാനായിട്ട് ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ കാറ്റഗറി വന്നാൽ മാത്രമേ നമുക്ക്, അതായത് ഒന്നില്ലെങ്കിൽ വീക്കിലി ഒരു ഗ്രാഫ് പാറ്റേൺ നോക്കുമ്പോൾ അതിലൊരു ബൈ എൻട്രി കാണണം, അല്ലെങ്കിൽ ഇൻട്രാഡേയിൽ നോക്കുമ്പോൾ ഒരു ബൈ എൻട്രി ആണ്, അല്ലെങ്കിൽ അതിലൊരു ന്യൂസ് ബേസ്ഡ് ആയിരിക്കണം, എന്തെങ്കിലും ഓർഡേഴ്സ് എന്തെങ്കിലും കിട്ടുക, അല്ലെങ്കിൽ പ്രോഫിറ്റിലൊരു ജമ്പിങ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ മാനേജ്മെൻറ്റിന് നല്ലൊരു തീരുമാനങ്ങൾ എടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവിടെ നിന്നാണ് മാർക്കറ്റ് ഒരു മൂവ് ചെയ്യുക. അപ്പോൾ ആ ടൈമിലാണ് നമ്മളൊരു മീഡിയം ടൈം അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡറിലേക്ക് ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കേണ്ട ഒരു കാറ്റഗറി. ലോങ് ടേമിലേക്ക് ഇടങ്ങിയാൽ നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ SMS ഫാർമസ്യൂട്ടിക്കൽ ഇപ്പോൾ തിരഞ്ഞെടുത്തത് എന്താണ് അതിൻ്റെ കാര്യം? നമ്മളിപ്പോൾ കാണുന്നത് SMS ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ടാണ്. നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം, ഇൻട്രാഡേ ചാർട്ടിൽ വ്യക്തമായ ഒരു റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുക, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അതുകൂടാതെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വോളിയം ഈ സമയത്തൊന്നും വോളിയം ഇത്ര ഉണ്ടായിട്ടില്ലാണ്ട് ഈ ക്യാൻഡിലിൻ്റെ നല്ലൊരു വോളിയം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വളരെ നാളുകൾ, ഒരു 5-6 മാസം ഇതൊരു കൺസോളിഡേഷൻ റേഞ്ചിലാണ്, അതായത് ഈ 115-135 ഇടയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ നാളുകൾ ഇത്രയും റേഞ്ചിലാണ്, ആ റേഞ്ചാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രാഡേ ചാർട്ടിൽ കാണാൻ പറ്റുന്ന ഒരു വസ്തുത. അപ്പോൾ ഇൻട്രാഡേ ചാർട്ടിൽ ഒരു എൻട്രി എടുക്കുന്ന ഒരു വ്യക്തി, ഇൻട്രാഡേ ചാർട്ട് നോക്കിയിട്ട് ഒരു എൻട്രി എടുക്കുന്ന ഒരു വ്യക്തിയാണെന്നെങ്കിൽ ഇവിടെയാണ് നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് ഇതിൽ കാണുന്നത്. കേട്ടോ, ഈ ഏരിയ, അതായത് 130 റേഞ്ച്. ഈ റേഞ്ചിൽ കൃത്യമായി സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ഈ റേഞ്ചിൽ സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിന്റ് കൃത്യമായി പരിപാലിക്കേണ്ടത്. അപ്പോൾ ഈ 130 എന്ന് പറയുമ്പോൾ ഈ കറണ്ട് റേറ്റിൽ നിന്ന് ഏകദേശം 16 രൂപ താഴെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് പൊസിഷൻ എടുക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇത്രയും കണ്ടീഷൻസ് ഇൻട്രാഡേയിലുള്ളത് കൊണ്ട് നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലേക്കും കൂടി ഒന്ന് പോയി നോക്കാം, എന്തൊക്കെയാണ് വീക്കിലി വ്യൂ. ഓക്കെ, ഇത്രയാണ് വീക്കിലി വ്യൂ. അപ്പോൾ വീക്കിലി വ്യൂ അപ്പോൾ ഇത്രയും ചാർട്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം പീരീഡ് കിട്ടാനായിട്ട് ചാർട്ട് ഒന്ന് ചെറുതാക്കുക, ടൈം പീരീഡ് കിട്ടാനായിട്ട്. ഓക്കെ, ഇത്രയും കിട്ടി. അപ്പോൾ ഇത്രയും ടൈം പീരീഡ് നമുക്ക് വീക്കിലിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് നമ്മൾ ഇവിടെ വരച്ചത് അതവിടെ എടുക്കട്ടെ, നമുക്കത് ഒരാവശ്യം ഉണ്ടാവും, നമുക്ക് നോക്കാം. ആ റെസിസ്റ്റൻസ് ആ ലൈൻ അവിടെ എടുക്കട്ടെ. പിന്നെ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് വീക്കിലി നോക്കുമ്പോൾ കാണാം ഒരു റൗണ്ടിങ് ബോട്ടം വന്നിട്ടുണ്ടാവും. റൗണ്ടിങ് ബോട്ടം വന്നിട്ട് ഒന്ന് ഈ റെസിസ്റ്റൻസ് വരെ ടച്ച് ചെയ്തു, ഒന്ന് താഴ്ന്നു, വീണ്ടും ഒന്ന് പെട്ടെന്ന് വന്ന് കയറി. മനസ്സിലായോ? അതായത് ഇങ്ങനെ റെസിസ്റ്റൻസ് വന്നു, ചെറുതായിട്ടൊന്ന് താഴ്ന്നു, പിന്നെ ഒരൊറ്റ കാറ്റല്ല. ഇങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ വീക്കിലി നോക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ഈ റൗണ്ടിങ് ബോട്ടത്തിൻ്റെ ഈ താഴെ, അതായത് ഏകദേശം 118 റേഞ്ച്, ഇവിടെയാണ് ഒരു നല്ല സപ്പോർട്ട് വീക്കിലി നോക്കുന്ന ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 118 വീക്കിലി നിൽക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസ് പോയിന്റ്. അപ്പോൾ ഈ നമ്മൾ മുകളിലത്തെ ആ ലൈൻ അവിടെ ഉണ്ട്, അതുകൂടാതെ നമുക്ക് ഇവിടെയും കൂടി ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഈ താഴെ ഈ നമ്മൾ ഈ പറഞ്ഞ ഈ താഴെ ഈ ലൈനാണ് ഇട്ട് കൊടുക്കുക അപ്പോൾ. അപ്പോൾ ഈ ലൈൻ നമ്മൾ വന്നു, ഈ ലൈനിൻ്റെ ഉള്ളിലാണ് വളരെ നാളുകൾ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഏരിയ. അതുകൂടാതെ നമുക്ക് ഈ ലൈനൊന്ന് നീട്ടി വരച്ച് നോക്കാം. ഓക്കെ, നമ്മൾ ഈ ലൈൻ നീട്ടി വരച്ചു. അതുപോലെ ഈ താഴത്തെ ഈ ലൈൻ നമുക്കൊന്ന് നീട്ടി വരച്ച് നോക്കാം.
അത് നമ്മൾ നീട്ടി വരച്ചു. ഈ 2 ലൈൻ നമ്മൾ നീട്ടി വരച്ചു. അപ്പോൾ ഈ 2 ലൈൻ നമ്മൾ നീട്ടി വരച്ചു. ഓക്കെ, അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി എന്താണ് നമ്മൾ കാണുന്നത്? ഈ 2 ലൈൻ ഇവിടുത്തെ കണ്ടീഷൻ നമുക്ക് മനസ്സിലായി. ഇവിടെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഇവിടെ വരെ എത്തി, ഒന്ന് റൗണ്ടിങ് ബോട്ടം വന്നു. അപ്പോൾ ആ ബോട്ടത്തിൻ്റെ ഒരു താഴെ നമ്മൾ ഒരു ലൈൻ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇവിടെയും ടച്ച് ചെയ്തു കണ്ട, ഇവിടെയും ടച്ച് ചെയ്തു കയറിയില്ല, ഇവിടെയും ടച്ച് ചെയ്ത് കയറിയില്ല. ഒരു ബ്രേക്ക് ഔട്ട് വീണ്ടും ഈ പോയിന്റ്, ഈ 138 എന്ന് പറയുന്ന ഈ പോയിന്റ് ചാടി കയറി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു ഈ റേഞ്ചിൽ ഇവിടെ ഒരു വീക്കിൽ നോക്കുമ്പോൾ ഒരു 5 or 6 ആഴ്ച ഇവിടെ കൺസോളിഡേഷൻ നന്നായിട്ട് താഴ്ന്നു. ഏകദേശം ഈ റേഞ്ച് വരെ എത്താനായിട്ട് സാധിച്ചില്ല. അത് കണ്ട് വീണ്ടും മുകളിലേക്ക് പോയിട്ട് ഈ ലൈൻ വരെ എത്തി, വീണ്ടും താഴ്ന്നിട്ട് ഇവിടെ ഒരു വലിയ കാൻഡിൽ വന്ന് വീണ്ടും നല്ല രീതിയിൽ താഴ്ന്നു. ആ താഴ്ച വീണ്ടും ഇവിടം വരെ എത്തിയിട്ടുള്ളത്, മനസ്സിലായി? ഈ ലൈൻ വരെ എത്തി. അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു, ബ്രേക്ക് ചെയ്തു നന്നായിട്ട് വലിയൊരു ക്യാൻഡിൽ. അതുകൂടാണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് വീണ്ടും റീടെസ്റ്റ് ചെയ്തു. അതുകൂടാണ്ട് വീണ്ടും മുകളിലേക്ക് പോയി. ഈ ലൈൻ തന്നെ ഇവിടെ വന്നു. ഇവിടെ ഈ പ്രാവശ്യം ഇത് കയറിയില്ല, വീണ്ടും ചെറുതായിട്ടൊന്ന് താഴ്ന്നു. എന്നിട്ട് വീണ്ടും ഒരു വലിയ ക്യാൻഡിലായിട്ട് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴ്ന്നു. അപ്പോൾ ഈ 2 ലൈൻ നമ്മി വരച്ച ഈ 2 ലൈൻ, അതായത് ഇവിടെ വരച്ച 2 ലൈൻ 138 താഴെ വരച്ച ഈ ലൈൻ, ഈ സോൺ, അതായത് ഒരു 115 117 ആ ഏരിയ, അത് നല്ലൊരു സൈക്കോളജിക്കൽ ലെവലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണാണ് വീക്കിലെടുത്ത് നോക്കുമ്പോൾ. അപ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഈ റൗണ്ടിങ് ബോട്ടത്തിൻ്റെ താഴെ വെക്കാനായിട്ട് വീക്കിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീക്കിൽ വെച്ചിട്ട് ഒരു ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെയാണ് നല്ലൊരു സ്റ്റോപ്പ് ലോസ് പോയിന്റ് ആയി ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. ഇനി നമ്മൾ മന്ത്ലി ചാർട്ടിലേക്ക് ഒന്ന് വരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു മന്ത്ലി വ്യൂ ആണ് ഇതിൻ്റെ, അതായത് SMS ഫാർമർ ഒരു മന്ത്ലി വ്യൂ. നമ്മൾ ഇൻട്രാഡേ നോക്കി, അതുകൂടാണ്ട് വീക്കിലി നോക്കി, നമ്മൾ മന്ത്ലിയും കൂടി ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ മന്ത്ലി നോക്കുമ്പോൾ നമുക്ക് നേരെ വീക്കിലിൽ നമ്മൾ വരച്ച ആ ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ താഴത്തെ ലൈൻ നമുക്കൊന്നും കൂടി ഒന്ന് നീട്ടി വരച്ച് നോക്കാം. നമുക്ക് വല്ലതും കാണുന്നുണ്ടെന്ന് നോക്കുകയാണ്. ഓക്കെ, അത് നീട്ടി വരച്ചു. ആ നീട്ടി വരയ്ക്കുമ്പോൾ നമുക്കുള്ള ചില കാര്യങ്ങൾ കണ്ടില്ല. അതായത് സ്റ്റോക്ക് നല്ല രീതിയിൽ താഴെ നിന്ന് മുകളിലേക്ക് പോയി, അവിടെ വരെ ടച്ച് ചെയ്തു, ജസ്റ്റ് ഒന്ന് കയറി വീണ്ടും താഴെ വന്നു, വീണ്ടും ഇവിടെ വരെ ടച്ച് ചെയ്യാനായിട്ട് വന്നു. കണ്ടോ, 3 or 4 ഒരു 5 ക്യാൻഡിലാണ്. അപ്പോൾ അത് 5 മാസം ഇവിടെ വരെ ടച്ച് ചെയ്തു, കയറാനായിട്ട് സാധിച്ചില്ല. വീണ്ടും താഴെ വന്നു, വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നു, കയറിപ്പോയി. അപ്പോൾ ഈ പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ പോയിന്റ് നല്ലൊരു റെസിസ്റ്റൻസ് ആണത്. ഈ പോയിന്റിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഇൻട്രാഡേ നോക്കി, വീക്കിലി നോക്കി, മന്ത്ലി നോക്കി. അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് SMS ഫാർമുല ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ടാർഗറ്റ് പോയിന്റ് എടുക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 200 പോയിന്റോളം നമുക്കൊരു ടാർഗറ്റിൽ കിട്ടാനായിട്ട് വകുപ്പുണ്ട്. ഇത്രയും കണ്ടീഷനോടുകൂടി ഇത് കയറി നിൽക്കുന്നു. കൺസോളിഡേഷൻ വന്നു, വീക്കിൽ കൺസോളിഡേഷൻ വന്നു, എല്ലാം കയറി നിൽക്കുന്നു. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 200 നമുക്കൊരു ടാർഗറ്റ് ഇതിൽ പ്രതീക്ഷിക്കാം. 200 അല്ലെങ്കിൽ 190 ഒരു ടാർഗറ്റ് നമുക്കിതിൽ കിട്ടാൻ വകുപ്പുണ്ട്. അപ്പോൾ അതാണ് ചാർട്ടിൻ്റെ ഭംഗി. ഇനി നമുക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ വ്യൂയിലേക്കും കൂടി ഒന്ന് നോക്കി നോക്കാം. ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ നമ്മൾ നോക്കിയിട്ടില്ല. ഫണ്ടമെൻ്റൽ ക്രൈറ്റീരിയ നമുക്ക് നോക്കുമ്പോൾ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 1238 കോടിയുള്ളത്, സ്റ്റോക്ക് ബി 29.8, ROCE 3.66%, ROE 0.84% ഇതിൽ ഉള്ളത്. നമ്മൾ ക്വാർട്ടറിൽ റിസൾട്ട് വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് ക്വാർട്ടർ, അതായത് December 22 ക്വാർട്ടറിൻ്റെ പ്രോഫിറ്റ് ആയിട്ട് ഈ ക്വാർട്ടറിലെ താരതമ്യം ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ ഇരട്ടിയിൽ കൂടുതൽ പ്രോഫിറ്റിൽ ഒരു ജമ്പിങ് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായി? ഇവിടെ ഒരു 5 കോടിയാണ് പ്രോഫിറ്റ് ഉണ്ടായതിന് ഒരു 12 കോടിയായിട്ട് ജമ്പ് ചെയ്ത്, അതായത് ഇരട്ടിയിൽ കൂടുതൽ. അതുകൂടാതെ
പ്രീവിയസ് ക്വാർട്ടറായിട്ട് നോക്കുമ്പോഴും നമുക്ക് പ്രോഫിറ്റ് നാരോ റേഞ്ചിലാണ് നിൽക്കുന്നത്. 12 കോടി തന്നെ ആയിരുന്നു സെപ്റ്റംബർ ക്വാർട്ടർ നോക്കുമ്പോൾ. ഈ പ്രാവശ്യം അത് 12 കോടി തന്നെ. അപ്പോൾ പ്രോഫിറ്റിലൊരു ജമ്പിങ് ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോൾ ഉണ്ട്. അതൊരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് എടുക്കാം. അതുകൂടാതെ നമ്മൾ ചാർട്ടിൽ കണ്ട ആ ബ്രേക്ക് അതുകൂടാതെ ബ്രേക്ക് ഔട്ട് വിത്ത് വോളിയം, അതുകൂടാതെ നമ്മൾ വീക്കിലി ചാർട്ടിൽ കണ്ട മന്ത്ലി ചാർട്ടിൽ നമ്മൾ ആ ഏരിയ ഓഫ് സപ്പോർട്ട് നമ്മൾ അത് മനസ്സിലാക്കി. അതുകൂടാതെ നമ്മൾ വീക്കിലി ചാർട്ടിൽ ആ റൗണ്ട് ഇമ്പോർട്ടൻ നമ്മൾ മനസ്സിലാക്കി. വീക്കിലി ചാർട്ടിൽ ആ റൗണ്ട് ഇമ്പോർട്ടൻ മനസ്സിലാക്കി ആ റൗണ്ട് ഇമ്പോർട്ടൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ വളരെ നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് മാറും. കുറച്ച് റേഞ്ച് കൂടുന്നു മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആണ്. പക്ഷേ അത്രയും സ്റ്റോപ്പ് ലോസ് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് 130 ആ റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് SMS ഫാർമനെ കുറിച്ച് പറയാനുള്ളത് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ SMS ഫാർമയിൽ കണ്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണെങ്കിൽ ഇതിലൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബൈ എൻട്രി ഇടുക. കൃത്യമായ പറഞ്ഞ ലെവൽസ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാനായിട്ട് തീരുമാനിക്കുക. ചെറിയ സ്റ്റോപ്പ് ലോസ് വേണ്ടവരുണ്ടെങ്കിൽ ഇൻട്രാഡേയുടെ സപ്പോർട്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. അല്ലാത്തവർക്കുണ്ടെങ്കിൽ വീക്കിലി നമ്മൾ കണ്ട സപ്പോർട്ട് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ഒരു 190 അല്ലെങ്കിൽ 200 ടാർഗറ്റ് വെച്ചിട്ട് ഇത് വാങ്ങാവുന്നതാണ്. നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ അനലിസ്റ്റ് ചെയ്തത് മാത്രം ഇത് വാങ്ങുക. ഞാനൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് ഞാൻ കണ്ട കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷൻ ഇത്രയും കാര്യങ്ങൾ ചാർട്ടിലുണ്ട് എന്ന് അറിയിക്കാനായിട്ട് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും നല്ല പ്രോഫിറ്റിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.